ഹലോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് വാട്ടുകപ്പ അല്ലെങ്കിൽ ഉണക്കുകപ്പ പുഴുങ്ങിയതാണ്. വാട്ടുകപ്പ എന്നും പറയും, ഉണക്കുകപ്പ എന്നും പറയും. കൂടുതലായിട്ട് കാണപ്പെടുന്ന ഹൈ റേഞ്ചുകളിൽ മലയോരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അടുത്താണ്, അവരുടെ അടുത്താണ് ഈ ഉണക്കുകപ്പ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഉണക്കുകപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കപ്പ പറിച്ചിട്ട് അത് നീളത്തിൽ കട്ടി കൂട്ടി അരിഞ്ഞ് ചെറുതായിട്ട് വാട്ടിയെടുക്കും. വെള്ളം തിളപ്പിച്ച് ചെറിയ വാട്ടിയെടുത്ത് ഉണക്കും. നന്നായിട്ട് ഉണക്കി ഡ്രൈ ആക്കി നമ്മൾ എടുത്ത് കെട്ടി വെക്കും. വേനൽക്കാലത്ത് നമ്മളിത് ചെയ്യും. ഏപ്രിൽ മെയ്യിൽ ചെയ്യും. ജൂൺ ജൂലൈ ഒക്കെ നമ്മൾ കർക്കിടക മാസം ഒക്കെ വരുമ്പോഴത്തേനും വൈകുന്നേരങ്ങളിൽ ഹൈ റേഞ്ചുകളിലെ വീടുകളിൽ സ്ഥിരം ഭക്ഷണമായിരിക്കും. വൈകുന്നേരം രാവിലെ 10 മണിക്കൊക്കെ ഉണക്കി ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിത് ആദ്യം രാവിലെ, ഇപ്പോൾ വൈകുന്നേരം പുഴുങ്ങാനാണ്, രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. വൈകുന്നേരം നന്നായിട്ട് കഴുകിയിട്ട് നല്ല തീയിൽ ഇട്ട് തിളപ്പിച്ച്, ഈ ഉണക്കപ്പയ്ക്ക് 1 മണിക്കൂറെടുത്ത വേവുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ 2 ഫിസിലൊക്കെ മതി. അല്ലെങ്കിൽ അതിന് 1 മണിക്കൂർ വേവ് എടുത്തിട്ടുണ്ട്. പല കപ്പകളുടെ വ്യത്യാസമാണ്. ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടും, ചിലപ്പോൾ പെട്ടെന്ന് തിളയ്ക്കുമ്പോഴേ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ കപ്പ വെന്ത് ഊറ്റി മാറ്റി വെക്കും. എന്നിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും, അതിന് ശേഷം കറിവേപ്പില, ഒരു ചെറിയൊരു സവോളയുടെ കഷ്ണം, പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടുക. ഇവിടെ ഞങ്ങൾ ഉണക്കിയ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് അരച്ച് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയുടെ മുകളിലോട്ട് ഇടും. എന്നിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് ചെറിയൊരു തീയിൽ വേവിക്കും. വേവിക്കുന്നതല്ല, വെള്ളം പറ്റിക്കും. ഉള്ള വെള്ളം ഉണ്ടല്ലോ, വെള്ളം പറ്റിച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. സാധാരണ നമ്മുടെ കപ്പ പുഴുങ്ങുന്ന പോലെയൊക്കെ തന്നെയാണ്. ഇത് തലേന്ന് അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിടണം വൈകുന്നേരത്തിന് പുഴുങ്ങണമെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതൊരു അടിപൊളി ഭക്ഷണമാണ്. വൈകുന്നേരം ഇതങ്ങനെ കപ്പയുടെ വലിയ മണ്ണം വെക്കും അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ കറി ഇതിന് കടലക്കറിയാണ്. ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതില്ലാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾ കടലക്കറിയാണ് ഉപയോഗിക്കാറ്. കടലക്കറിയാണ് കപ്പയ്ക്ക് കറിയായിട്ട് കൂട്ടുന്നത്. പിന്നെ ഒരു ഇടിയിറച്ചി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം. പിന്നെ ഉണക്കമീനൊക്കെ ആഡംബരമായി പോവും. ഇടിയിറച്ചി ഇല്ലെങ്കിൽ ഉണക്കമീൻ, ഇതിലേതെങ്കിലും ഒന്ന് ഞങ്ങൾ എടുക്കാറ്. പിന്നെ ഇന്ന് രണ്ടും ഉണ്ട്. പിന്നെ അച്ചാർ വേണ്ടവർക്ക് അച്ചാറും ഒക്കെ. ഒരു അടിപൊളി ഡിന്നറാണ് ഇന്നത്തെ. അപ്പോൾ ഇത് എല്ലാം കൂടെ ആ കടലക്കറിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.